ഹലോ, ഇന്നത്തെ വീഡിയോയിൽ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റിന്റെ തുടക്കമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാകുന്നതെന്നതിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ ശരീരം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മുടെ ഞരമ്പുകളെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് സിസ്റ്റംസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തത് സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയും, രണ്ടാമത്തത് പാരസിമ്പത്തറ്റിക് സിസ്റ്റം. അതായത് നമുക്കൊരു ഡേഞ്ചർ വരുവാണ്, അതായത് പെട്ടെന്ന് ഒരു അപകടം വരുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഒക്കെ ഈ ഒരു സിമ്പത്തറ്റിക് സിസ്റ്റം വഴിയാണ്. അപ്പോൾ നമ്മൾ പണ്ട് മനുഷ്യനുണ്ടായ സമയത്ത് കാട്ടിൽ നായാട്ടൊക്കെ ചെയ്താണല്ലോ ജീവിച്ചിരുന്നത് സാർ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പല ഡേഞ്ചറുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നായാടുന്ന സമയത്ത് പോലെ പുലിയോ സിംഹമോ ഒക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ നേരിടാനുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആക്ടിവേറ്റ് ആകുന്ന സിസ്റ്റമാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രെസ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഒരു ഡേഞ്ചർ വരുന്ന സമയത്ത് നമ്മളെ പ്രതിരോധിക്കാനും അതിനെ ഓവർകം ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള സിസ്റ്റമാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമതൊരു സിസ്റ്റമുണ്ട്, അതിൻ്റെ പേര് പാരസിമ്പത്തറ്റിക് സിസ്റ്റം എന്നാണ്. അതായത് നമ്മൾ സ്ട്രെസ് ഇല്ലാത്ത എല്ലാ സമയത്തും നമ്മുടെ ഈ പാരസിമ്പത്തറ്റിക് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആയിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോഴൊക്കെ ഈ പാരസിമ്പത്തറ്റിക് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പോയിന്റ് നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സിമ്പത്തറ്റിക് സിസ്റ്റം വളരെ അത്യാവശ്യമുള്ള ഘട്ടത്തിൽ മാത്രമാണ് ആക്ടിവേറ്റ് ആവേണ്ടത്. അതായത് കൂടുതൽ സമയവും നമ്മുടെ ഈ പാരസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആയി ഇരിക്കേണ്ടത്. അപ്പോൾ ഈ സ്ട്രെസ് സിസ്റ്റം എന്ന് ഞാൻ പറയും, ഈ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന് ഞാൻ ഇനി മുതൽ സ്ട്രെസ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഈ സ്ട്രെസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മളെ റിലാക്സ് ചെയ്യാനും സന്തോഷം പ്രദാനം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണെങ്കിൽ, അതേസമയം തന്നെ ഈ സ്ട്രെസ് സിസ്റ്റത്തിൽ കുറേ ഹോർമോണുകൾ റിലീസ് ആവുന്നുണ്ട്. അതിനെ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് എന്ന് വിളിക്കാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, അതുപോലെ കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോൺസാണ് സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഹോർമോൺസ് അല്ല. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു അപകടം വരുമ്പോൾ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷേ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർ പരിണാമം വന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് ജീവന് ഭീഷണിയുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്ട്രെസ്സായിട്ട് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുലി നമ്മളെ ആക്രമിക്കാൻ വരുന്നു, ഇല്ല ഒരു പാമ്പ് അടിക്കാൻ വരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ചുരുക്കമാണ് അല്ലേ. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ സ്ട്രെസ് എടുത്തു തുടങ്ങി. ഉദാഹരണത്തിന് റോഡിലൊരു ബ്ലോക്ക് ഉണ്ടായാലും, ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കുറച്ച് ലേറ്റ് ആയാലും, ഇതൊന്നും ശരിക്കും നമ്മുടെ ജീവനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതിനോടൊക്കെ ഇതൊക്കെ നമ്മുടെ ഒരു ജീവന് ഭീഷണിയാകുന്ന രീതിയിലാണ് നമ്മുടെ ശരീരം അതിനോട് പ്രതികരിച്ചു വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, കോർട്ടിക്കോസ്റ്റിറോയിഡ്, അതിലെ കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകളൊക്കെ ശരീരത്തിൽ കൂടുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, BP കൂടും, അതുപോലെ നമ്മുടെ വയറിലേക്കുള്ള ഓട്ടം കുറയും. കാരണം ഈ സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുകയും ധ്യാനവും നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വയറിലേക്കുള്ളതും സ്കിന്നിലേക്കുള്ള രക്തോട്ടം കുറയും, മസിലിലേക്കുള്ള രക്തോട്ടം കൂട്ടും. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. കാരണം ഹാർട്ട് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്താലേ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ നമ്മളതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഹോർമോണുകൾ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ റിലീസ് ആകുന്നതെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരു എമർജൻസിക്ക് വേണ്ടി മാത്രം റിലീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. നേരെ മറിച്ച് സ്ഥിരമായിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ സ്ട്രെസ് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണുകളുടെ അളവ് തുടർച്ചയായിട്ട് കൂടി നിൽക്കാനും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ശാരീരികമായിട്ടാണെങ്കിലോ നമ്മുടെ ദഹനം മര്യാദയ്ക്ക് നടക്കില്ല, ഓക്കാനം വരിക, ദഹനമില്ലായ്മ, ഉറക്കമില്ലായ്മ, അതേപോലെ തന്നെ തലചുറ്റൽ, തലവേദന, മസിലിൽ പേശികൾക്ക് വേദന, അങ്ങനെ തുടങ്ങി ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ്, ഇത് തുടർച്ചയായിട്ട് ഈ സ്ട്രെസ് ഹോർമോൺസ് കൂടി നിന്നാൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലുള്ള മേജറായിട്ടുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇനി ശാരീരികം മാത്രമല്ല, മാനസികമായിട്ടും പല പ്രശ്നങ്ങൾ ഈ ഹോർമോണുകൾ കാരണം ഉണ്ടാകാം. ഉദാഹരണത്തിന് ഉറക്കമില്ലായ്മ, നമ്മുടെ മൂഡിലുള്ള പ്രശ്നങ്ങൾ, മൂഡ് സിംറ്റംസ്, ഇടയ്ക്ക് മൂഡ് കൂടിയിരിക്കുക, ചിലപ്പോൾ മൂഡ് ലോ ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ സ്വന്തമായിട്ടൊരു മതിപ്പില്ലായ്മ, സെൽഫ് എസ്റ്റീം ലോ ആയിട്ടിരിക്കുന്ന അവസ്ഥ, വിഷാദ രോഗങ്ങൾ,
ഇങ്ങനെ പല മാനസിക പ്രശ്നങ്ങളും ഈ ഒരു ഹോർമോൺ കാരണം ഉണ്ടാകും. അതുപോലെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ടും നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണം. നമ്മുടെ ശരീരം ഈ എന്തിനാണോ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിനല്ല ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ അതിനു വേണ്ടിയല്ല ഇപ്പോൾ നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് ഉപയോഗിക്കുന്നത്. നമ്മൾ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും സ്ട്രെസ് പിടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് സ്ട്രെസ്സിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബയോളജി. ഇനി അതെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.